എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമ്മുടെ ഓണം കുക്കിംഗ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്, ശർക്കര വരട്ടി. എല്ലാ വീഡിയോസും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ശർക്കര വരട്ടി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: വിളഞ്ഞ പച്ചക്കായ, നേന്ത്രക്കായാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിൽ വറുക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് എയർ ഫ്രയർ യൂസ് ചെയ്യാം. പിന്നെ ശർക്കര, ശർക്കരയുടെ ആണി അല്ലെങ്കിൽ ശർക്കര പൊടി ഇപ്പം ലഭ്യമാണ്, ഇതിലേതെങ്കിലും ഉപയോഗിക്കാം. ചെറിയ ജീരകം, കുരുമുളക്, ചുക്ക് വീട്ടിലുണ്ടെങ്കിൽ അത് ഒരെണ്ണം എടുത്തിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ ഏലക്ക. ഇത്രയുമാണ് ശർക്കര വരട്ടി അല്ലെങ്കിൽ ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. നേന്ത്രപ്പഴത്തിന്റെ പച്ചക്കായ എടുത്ത് ഇതേപോലെ ശ്രദ്ധയോടെ അതിന്റെ പുറം ഭാഗത്ത് കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് പതുക്കെ തോട് ഇതേപോലെ ഊരിയെടുക്കണം. തോലൊഴിവാക്കിയ പച്ചക്കായ എടുത്ത് നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി കട്ട് ചെയ്യാൻ തുടങ്ങാം. കുറച്ച് വലുപ്പത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ചിപ്സിന് അരിയുന്ന പോലെയല്ല, അത്ര നാരോ ആയിട്ടല്ല, കുറച്ച് കട്ടിക്ക്. ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കായ അതിലൊന്നിട്ട് സോക്ക് ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് ഇത് അങ്ങനെ കിടക്കട്ടെ. നമ്മുടെ പച്ചക്കായയിലുള്ള കറയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. മാത്രമല്ല ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഗ്യാസ് ഓണാക്കി അടികട്ടിയുള്ള ഇരുമ്പിന്റെ ചീനച്ചട്ടി വെക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം സോക്ക് ചെയ്യാൻ വെച്ച പച്ചക്കായ വെള്ളം നന്നായിട്ട് ഒഴിവാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. വെള്ളത്തിൽ നിന്നെടുത്ത പച്ചക്കായ ഒരു അരിപ്പയിൽ കുറച്ചധികം നേരം വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ എല്ലാ വെള്ളവും പോയി കിട്ടും, എന്നാൽ ആ മഞ്ഞ കളർ അതിൽ നിലനിൽക്കുകയും ചെയ്യും. ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് ഈ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. ആ കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെളിച്ചെണ്ണയിൽ നിന്ന് നമുക്കിത് മാറ്റണം. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരെണ്ണം എടുത്ത് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. വെളിച്ചെണ്ണയിൽ കോരി മാറ്റുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇനി എയർ ഫ്രയറിൽ എങ്ങനെയാന്ന് നോക്കാം. ഇത് കായ വറുത്തതാണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ടെമ്പറേച്ചറും ടൈമും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. എയർ ഫ്രയറിൽ ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓൺ ചെയ്തിട്ട് മെനു ഓപ്ഷനിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ടെമ്പറേച്ചറാണ് സെലക്ട് ചെയ്യേണ്ടത്. 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ്. നമുക്ക് വേണമെങ്കിൽ ടൈം 15 ഉള്ളത് 10 മിനിറ്റ്സ് ആണെങ്കിലും മതി, നന്നായിട്ട് ആയി കിട്ടും. ഇനി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം എത്രത്തോളം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കാം. അങ്ങനെ എയർ ഫ്രയറിലാണെങ്കിലും വെളിച്ചെണ്ണയിലാണെങ്കിലും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. 200 ഗ്രാം ശർക്കരയ്ക്ക് 1/4 കപ്പ് വെള്ളമാണ്. അതേസമയം തന്നെ വേറൊരു അടികട്ടിയുള്ള പാത്രം വെച്ച് നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം. ശർക്കര വിരലുകൾ തമ്മിൽ ഒട്ടാൻ പാകത്തിൽ ഇങ്ങനെ നൂൽ പരുവത്തിലാവുമ്പോൾ നമ്മുടെ പച്ചക്കായ വറുത്തെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. അധികം തിളച്ചു പോവരുത്. ഇനി ഇപ്പുറത്ത് അരി വറുത്തതിലേക്ക് നമുക്ക് കുറച്ച് ചുക്കിട്ട് കൊടുക്കാം. പിന്നെ ഏലക്ക, ശേഷം കുരുമുളക്, പിന്നെ ചെറിയ ജീരകം, ഇവയെല്ലാം ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് വറുത്തെടുക്കാം. എന്നിട്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു പൗഡറാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ ആ ഒരു പാനീയത്തിലേക്ക് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇതൊരു വെള്ളപ്പരുവത്തിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെയും ഈ പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടൈപ്പ് ഡ്രൈനസ് ഇല്ലേ, അത് കിട്ടുന്നത് വരെ ഈ ഒരു പൗഡർ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ പരുവത്തിലേക്ക് ഇത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചില്ല ഇത് എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ ശർക്കര വരട്ടി ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.